We are starting with module 3. In module 3, there are some portions related to vectors, that is triple integral, and also there is a chapter for complex numbers. Chapter 17, functions of a complex variable, in your prescribed textbook. First session is complex numbers. What is a complex number? A complex number is any number of the form z equal to a plus ib, where a and b are real numbers and I is the imaginary unit. നമ്പേഴ്സിന് ഒരുപാട് തരം നമ്പേഴ്സ് ഉണ്ട്. അതിൽ നാച്ചുറൽ നമ്പർ, അതുപോലെ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പർ, നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 എക്സെട്ര. ദെൻ വോൾ നമ്പേഴ്സ് 0, 1, 2, 3 എക്സെട്ര. ഇൻറ്റിജേഴ്സ് +or-1, +or-2, 0, +or-1, +or-2 അങ്ങനെ പോകുന്ന ഇൻറ്റിജേഴ്സ്. ഇങ്ങനെ ഒരുപാട് തരം നമ്പേഴ്സ് ഉണ്ട്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇൻറ്റിജേഴ്സും അതുപോലെ റേഷണൽ നമ്പേഴ്സും എല്ലാം വരുന്ന 1/2, 1/3 ഒക്കെ ഫോമുള്ള a/b ഫോമുള്ള നമ്പേഴ്സ് കൂടെ വരുന്ന, അതുപോലെ √2, √3 അങ്ങനെയുള്ള റാഡിക്കൽസ് ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അങ്ങനെയുള്ള നമ്പേഴ്സും എല്ലാം കൂടെ വരുന്ന, മിക്സ് ചെയ്ത് വരുന്ന നമ്പർ സിസ്റ്റത്തിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തരം നമ്പേഴ്സ് ഉണ്ട്. ദെൻ അനദർ ടൈപ്പാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഓഫ് ദ ഫോം a പ്ലസ് ib. z എന്നാണ് സാധാരണ ഒരു കോമൺ ആയിട്ടൊരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. z ഈക്വൽ ടു a പ്ലസ് ib. ഇതിലെ എയും ബിയും റിയൽ നമ്പേഴ്സാണ്. ഏത് റിയൽ നമ്പർ വേണമെങ്കിലും നമുക്ക് എയുടെയും ബിയുടെയും സ്ഥാനത്ത് എഴുതാം. ദെൻ അതിലൊരു അനദർ ടേം ഉണ്ട് ഐ എന്ന് പറയുന്നത്, അതിനെ ഇമാജിനറി യൂണിറ്റ് എന്ന് പറയും. ഇമാജിനറി യൂണിറ്റ്, ഐ മീൻസ് അയോട്ട. വളരെ സ്മോൾ ആയിട്ടുള്ള ഓബ്ജക്ട്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ, നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അയോട്ട. അപ്പോൾ a പ്ലസ് ib എന്നുള്ളതാണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോം. എ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്, ബി എന്ന് പറയുന്നതും ഒരു റിയൽ നമ്പറാണ്, ഐ എന്ന് പറയുന്നത് ഇമാജിനറി യൂണിറ്റ് ആണ്. ഇനി ഈ ഐയുടെ വാല്യൂ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് ഐ ഈക്വൽ ടു, എങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ റൂട്ട് കാണുമ്പോൾ, ഇപ്പോൾ √4 നമുക്കറിയാം, അതിന് 2 വാല്യൂ ഉണ്ട്, +or-2. √9 നമുക്കറിയാം, +or-3. √16 എന്ന് പറഞ്ഞാൽ +or-4. അങ്ങനെ എഴുതാം. ഇപ്പോൾ √-4നെ നമ്മൾ എങ്ങനെ എഴുതും? √-4നെ നമുക്ക് √(-1 × 4) എന്ന് എഴുതാം. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് √-1 × √4 എന്ന് എഴുതാം. √-1 ഇവിടെ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് +or-2. അപ്പോൾ ഈ √-1ന് നമ്മളൊരു നൊട്ടേഷൻ കൊടുക്കുന്നു, അതാണ് ഐ. ഈ ഐ × +or-2, ഓർ നമുക്ക് എങ്ങനെ എഴുതാം, +or-2i എന്നെഴുതാം. 2i അല്ലെങ്കിൽ i2 എങ്ങനെ എഴുതാം. അപ്പോൾ ഈ +or-2i എന്നെഴുതിയതിൽ ഈ ഐ ആണ് നമ്മുടെ √-1. സോ ഐ ഈക്വൽ ടു നമുക്ക് √-1 എന്നെഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഐയുടെ വാല്യൂ √(-1) ആണ്. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് റൂട്ടിനുള്ളിൽ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടേമാണ്. ആ -1ന് പകരം നമുക്ക് ഐ എന്ന് എഴുതാം. അപ്പോൾ -9ൻ്റെ റൂട്ട് +or-9ൻ്റെ റൂട്ട് 3 ആണ്. പിന്നെ ഒരു -1 എന്ന് വരും. √-9നെ √(-1 × 9) എന്നാണ് എഴുതുക. സോ ഇതിനെ √-1 × √9, ദാറ്റ് ഈസ് ഐ × +or-3, ദാറ്റ് ഈസ് +or-3i എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ഐ, ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു √(-1). ദെൻ വാട്ട് ഈസ് ഐ സ്ക്വയർ? √(-1) whole square, that is -1. So these two results are very important. I equal to √(-1), I square equal to
-1. ഇനി ഇതേപോലെ നമുക്ക് i ക്യൂബ് എല്ലാം കാണാം. i ക്യൂബ് എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു i അല്ലേ, അല്ലെങ്കിൽ നമുക്ക് i സ്ക്വയർ ഇൻറ്റു i എന്നെഴുതാം. ദാറ്റ് ഈസ് i സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു i, ദാറ്റ് ഈസ് -i. അങ്ങനെ നമുക്ക് ഓരോ പവറും കാണാൻ പറ്റും. സോ ഈ റിസൾട്ട് തന്നെ മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. i ഈക്വൽ ടു √-1. സോ i സ്ക്വയർ ഈക്വൽ ടു -1, i ക്യൂബ് ഈക്വൽ ടു -i, എക്സെട്ര. സോ ദാറ്റ് ഈസ് ദി വാല്യൂ ഓഫ് i ഇൻ z ഈക്വൽ ടു a പ്ലസ് ib. നൗ ഇവിടെ എയും ബിയും പറഞ്ഞു, റിയൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. ഈ എനെ ഒരു പേര് വിളിക്കും. റിയൽ പാർട്ട് ഓഫ് ഏതാണോ കോംപ്ലക്സ് നമ്പർ നമ്മൾ എടുക്കുന്നത്, അതായത് z. അതിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ആർ ഇ ഓഫ് z ഓർ ആർ ഇ z എന്നൊക്കെ ഡിനോട്ട് ചെയ്യും. അതുപോലെ ബീനെ പറയുന്ന പേര് ഇമാജിനറി പാർട്ട് ഓഫ് z എന്നാണ്. ഇമാജിനറി പാർട്ട് ഓഫ് z, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഐ എം, ക്യാപിറ്റൽ I സ്മോൾ m, ഐ എം ഓഫ് z ഓർ ഐ എം z എന്ന് ഡിനോട്ട് ചെയ്യും. നമ്മൾ വായിക്കുന്നത് a ഈക്വൽ ടു റിയൽ z, b ഈക്വൽ ടു ഇമാജിനറി z എന്ന് വായിക്കും. സോ a ഈസ് കാൾഡ് ദി റിയൽ പാർട്ട്, b ഈസ് കാൾഡ് ദി ഇമാജിനറി പാർട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ z ഈക്വൽ ടു 4 - 9i എന്നെടുത്തു. ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ a ഈക്വൽ ടു 4 ആണ്, b ഈക്വൽ ടു എന്താണ്? b ഈക്വൽ ടു ഇവിടെ സൈനും കൂടെ ചേർത്ത് പറയും, -9 ആണ്. സോ റിയൽ z ഈക്വൽ ടു 4 ആണ്, ഇമാജിനറി z ഈക്വൽ ടു -9 ആണ്. അപ്പോൾ ഇമാജിനറി z എഴുതുമ്പോൾ ഒരിക്കലും -9i എന്ന് എഴുതരുത്, അത് റോങ് ആണ്. കാരണം ഈ i എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടിൽ വരുന്നില്ല, അതിന് ഇമാജിനറി യൂണിറ്റാണ് i. സോ ഈ ഐയുടെ കൂടെ വരുന്നതാണ് ഇമാജിനറി പാർട്ട്, ഐയുടെ കൂടെ വരുന്നതാണ് ഇമാജിനറി പാർട്ട്. ഇവിടെ ഐയുടെ കൂടെ വരുന്നത് 9 അല്ല, -9 ആണ്. സോ -9 ഈസ് ദി ഇമാജിനറി പാർട്ട്, ഇമാജിനറി ഓഫ് z. ദെൻ z ഈക്വൽ ടു a പ്ലസ് ib എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൽ സപ്പോസ് ദാറ്റ് b ഈക്വൽ ടു 0, b 0 ആണെന്ന് വയ്ക്കാം. ദെൻ z ഈക്വൽ ടു നമുക്ക് a പ്ലസ് i 0 എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു a. ഈ i 0 എന്ന് പറഞ്ഞാൽ 0, ദാറ്റ് ഈസ് a. ഈ കേസിൽ അതായത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട് b എന്ന് പറഞ്ഞാൽ ഇമാജിനറി z ആണ്, അത് 0 ആയിപ്പോയാൽ നമുക്ക് z ഈക്വൽ ടു a എന്ന് കിട്ടും, ദാറ്റ് ഈസ് എ പ്യുവർ റിയൽ നമ്പറാണ്. അങ്ങനെ ആ കേസിൽ കോംപ്ലക്സ് നമ്പറും റിയൽ നമ്പറും സെയിം തന്നെയാണ്. ഇനി z ഈക്വൽ ടു a പ്ലസ് ഐ ബിയിൽ നമ്മൾ a ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് റിയൽ പാർട്ട് ഓഫ് z 0 ആണെങ്കിൽ നമ്മുടെ z ഈക്വൽ ടു i ഇൻറ്റു ബി, ഐ ബി എന്ന് വരും. ഈ കേസിൽ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ നമ്മൾ, അതായത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ട് 0 ആണെങ്കിൽ അങ്ങനെയുള്ള കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ പ്യുവർ റിയൽ നമ്പേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സിംപ്ലി റിയൽ നമ്പേഴ്സ് എന്ന് പറയും. അതായത് ഇമാജിനറി പാർട്ട് 0 ആകുന്ന നമ്പേഴ്സാണ് നമ്മുടെ റിയൽ നമ്പേഴ്സായിട്ട് വരുന്നത്. ഇനി അതിൻ്റെ റിയൽ പാർട്ടാണ് 0 ആവുന്നതെങ്കിൽ, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടാണ് 0 ആവുന്നതെങ്കിൽ അങ്ങനെയുള്ള കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേര് പ്യുവർലി ഇമാജിനറി നമ്പേഴ്സ് എന്നാണ്. പ്യുവർലി ഇമാജിനറി നമ്പേഴ്സ്, അതിൽ ആ ഇമാജിനറി യൂണിറ്റും ഐയും പിന്നെ ആ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഐ ബി എന്ന് പറയുന്ന ഒരു ഫോമിലായിരിക്കും അങ്ങനെയുള്ള നമ്പേഴ്സിനെ പ്യുവർലി ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയും. അതായത് ഇപ്പോൾ z ഈക്വൽ ടു 2 ആണെങ്കിൽ ഇത് ശരിക്കും 2 പ്ലസ് i 0 ആണ് അല്ലേ, 2 എന്ന് എഴുതും. ഇത് പ്യുവർലി റിയൽ നമ്പറാണ്. z ഈക്വൽ ടു 2i ആണെങ്കിൽ ഇവിടെ റിയൽ പാർട്ട് 0 ആണ്, ഇതൊരു പ്യുവർലി ഇമാജിനറി നമ്പറാണ്. നൗ വി ഹാവ് അനദർ ടേം, ഇക്വാലിറ്റി. ഇപ്പോൾ നമ്മൾ ഇക്വാലിറ്റി റിയൽ നമ്പേഴ്സിൻ്റെ കേസ് രണ്ട് നമ്പർ ഈക്വൽ ആണ്, ഈക്വൽ അല്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ അവ തമ്മിൽ ഇക്വാലിറ്റി ഉണ്ട്, ഈക്വൽ ആണ് എന്ന് എപ്പോഴാണ് പറയുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് z1 ഈക്വൽ ടു x1 പ്ലസ് i y1 രണ്ട് നമ്പേഴ്സ് ഉണ്ട്, z2 ഈക്വൽ ടു
x2 പ്ലസ് ഐ y2 ഇങ്ങനെയുള്ള രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തു, z1ഉം z2. ഇവ രണ്ടും ഈക്വലാണ് എന്ന് പറയണമെങ്കിൽ, അതായത് z1 ഈക്വൽ ടു z2 ആണ് എന്ന് പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. z1ൻ്റെ റിയൽ പാർട്ടും റിയൽ പാർട്ട് ഓഫ് z1ഉം റിയൽ പാർട്ട് ഓഫ് z2ഉം ഈക്വൽ ആയിരിക്കണം. അതായത് x1ഉം x2ഉം ഈക്വൽ ആയിരിക്കണം. അതുപോലെ ഇമാജിനറി പാർട്ട് ഓഫ് z1ഉം ഇമാജിനറി പാർട്ട് ഓഫ് z2ഉം ഈക്വൽ ആയിരിക്കണം. അതായത് y1ഉം y2ഉം ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ആ രണ്ട് നമ്പേഴ്സ് ഈക്വൽ ആണ് എന്ന് പറയാം. സോ ടു കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഈക്വൽ ഇഫ് ദെയർ റിയൽ പാർട്സ് ആർ ഈക്വൽ ആൻഡ് imaginary parts are equal. Both the real parts and the imaginary parts are equal. രണ്ടും പരസ്പരം അങ്ങോട്ട്, അതായത് ഇതിൻ്റെ റിയൽ പാർട്ടും അപ്പുറത്തുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയൽ പാർട്ടും ഈക്വൽ ആയിരിക്കണം. ഇമാജിനറി പാർട്ടും അപ്പുറത്തുള്ള ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കണം. സപ്പോസ് ദാറ്റ് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കാം. 0നെ നമ്മൾ 0 പ്ലസ് ഐ 0 ആണ് 0 കോംപ്ലക്സ് കേസിൽ. കോംപ്ലക്സ് ഫോമിൽ എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, അപ്പോൾ ഇത് രണ്ടും സെഡും സീറോയും ഈക്വൽ ആണ് എന്ന് നമ്മൾ എഴുതിയാൻ കാരണം എന്താ? എക്സ് ഈക്വൽ ടു ഇവിടുത്തെ റിയൽ പാർട്ട് എക്സ് ആണ്, ഇവിടുത്തെ റിയൽ പാർട്ട് 0 ആണ്. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് വൈ ആണ്, അവിടുത്തെ ഇമാജിനറി പാർട്ട് 0 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0. അതായത് ഇപ്പോൾ നമുക്കൊരു കണ്ടീഷൻ തരികയാണ്. വി ഹാവ് എ കോംപ്ലക്സ് നമ്പർ എ പ്ലസ് ഐ ബി ആൻഡ് it is 0. Then what is the value of a and b? അല്ലെങ്കിൽ it is some 3 plus 4i എന്ന് പറയുകയാണെങ്കിൽ what is the value of a and b എന്ന് ചോദിച്ചാൽ a plus ib ഈക്വൽ ടു 3 plus 4i ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടുത്തെ റിയൽ പാർട്ട് എയും രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് എയും അവിടുത്തെ റിയൽ പാർട്ട് 3യും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 3 ആണ്. ഇവിടുത്തെ ബി ഇവിടുത്തെ 4ഉം ഈക്വൽ ആണ്. സോ നമുക്ക് എയുടെ ബിയുടെ വാല്യൂ കിട്ടും. So this is the definition of equality of two complex numbers. Now we have another important term, conjugate. എന്താണ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് അല്ലെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയാറുണ്ട്. സിംപ്ലി കോൺജുഗേറ്റ് എന്ന് പറയാലും ശരിയാണ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ നമുക്കുണ്ട് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ അല്ലെങ്കിൽ എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ. ദെൻ ദി കോൺജുഗേറ്റ് ഓഫ് z, അതിന് നമ്മൾ z ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. കോൺജുഗേറ്റ് ഓഫ് z, സെഡിൻ്റെ കോൺജുഗേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് z ബാർ. സെഡിൻ്റെ മുകളിൽ ഒരു ലൈൻ, ദറ്റ് ഈസ് z ബാർ. ദെൻ z ബാർ ഈക്വൽ ടു, z ബാർ എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കിട്ടാൻ ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ചേഞ്ചിങ് ദി സൈൻ ഓഫ് ഇറ്റ്സ് ഇമാജിനറി പാർട്ട്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈന് ചേഞ്ച് ചെയ്ത് കിട്ടുന്ന നമ്പറാണ് അതിൻ്റെ കോൺജുഗേറ്റ്. ഇപ്പോൾ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് z ബാർ ഈക്വൽ ടു റിയൽ പാർട്ടിന് മാറ്റമില്ല, എക്സ് തന്നെ. അത് പ്ലസ് എക്സ് ആണെങ്കിൽ പ്ലസ് എക്സ്, മൈനസ് എക്സ് ആണെങ്കിൽ മൈനസ് എക്സ്. ദെൻ ഐ ഉണ്ട്, നമുക്ക് ഐക്ക് മാറ്റമില്ല. ദെൻ ഇവിടെ നമ്മുടെ റിയൽ പാർട്ട് എക്സും ഇമാജിനറി പാർട്ട് വൈയും ആണ് ഈ നമ്പറിൻ്റെ സെഡിൻ്റെ. ഇമാജിനറി പാർട്ടിൻ്റെ സൈന് ചേഞ്ച് ചെയ്യാം. അതായത് വൈ ആണെന്ന് പറഞ്ഞാൽ പ്ലസ് വൈ എന്നാണ് അർത്ഥം. അതിൻ്റെ സൈന് മൈനസ് ആക്കുക, മൈനസ് ഐ വൈ. ഐ അതേപോലെ എഴുതാം. z ബാർ ഈക്വൽ ടു z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ z ബാർ ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദി കോൺജുഗേറ്റ് ഓഫ് z അല്ലെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് z. ദാറ്റ് ഈസ് ഇഫ് വി ടേക്ക് എ നമ്പർ z ഈക്വൽ ടു സം 3 പ്ലസ് 4i, 3 പ്ലസ് 4i എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു, കോൺജുഗേറ്റ് എഴുതാൻ പറഞ്ഞു. ദെൻ z ബാർ ഈക്വൽ ടു എന്ത് വരും? റിയൽ പാർട്ടിന് മാറ്റമില്ല 3. ദെൻ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 4 ആണ്, അതിൻ്റെ സൈന് മാറും. കോൺജുഗേറ്റ് ആകുമ്പോൾ അത് -4 ആവും, 3 മൈനസ് 4i. ദാറ്റ് ഈസ് ദെൻ z ഈക്വൽ ടു നമ്മൾ സം
2 മൈനസ് 7i ആണെങ്കിൽ സെഡ് ബാർ ഈക്വൽ ടു 2, ഇവിടെ -7 ആണ് ഇമാജിനറി പാർട്ട്, കോൺജുഗേറ്റ് ആകുമ്പോൾ അത് +7 ആവും. 2 + 7i. ദെൻ സെഡ് ഈക്വൽ ടു സം -5 + i ആണെങ്കിൽ സെഡ് ബാർ ഈക്വൽ ടു റിയൽ പാർട്ട് -5 ആണ്, അതിന് മാറ്റമില്ല. ഇനി അവിടെ സൈൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇമാജിനറി പാർട്ടിൻ്റെ സൈന് മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. -5 + 1 ആണ് ഇവിടുത്തെ ഇമാജിനറി പാർട്ട്. +i എന്ന് പറഞ്ഞാൽ അതിനർത്ഥം +1 × i എന്നാണ്. 1 ആണ് അവിടുത്തെ ഇമാജിനറി പാർട്ട്. 1 ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതുന്നില്ല എന്നേ ഉള്ളൂ, i എന്ന് മാത്രം എഴുതുന്നു. സോ -i എന്ന് വരും. ദെൻ നമുക്ക് ഒരു പ്യുവർലി ഇമാജിനറി നമ്പർ 7i ആണ് തന്നിട്ടുള്ളെങ്കിൽ സെഡ് ബാർ ഈക്വൽ ടു റിയൽ പാർട്ട് ഇവിടെ 0 ആണ്. ഇപ്പോൾ ഇവിടെയും റിയൽ പാർട്ട് 0 ആണ്. ഇപ്പോൾ 0 ആകുമ്പോൾ നമ്മൾ 0 + 7i എന്നാണ് ആക്ച്വലി ഫോം, പക്ഷേ നമ്മൾ 7i എന്നാണ് അതിനെ എഴുതാറ്. 0 എഴുതുന്നില്ല, 0 ആഡ് ചെയ്താൽ അത് തന്നെയാണ് കിട്ടുന്നത്. സോ സെഡ് ബാർ ഈക്വൽ ടു ഇമാജിനറി പാർട്ടിൻ്റെ 7 ആണ്, 7ൻ്റെ സൈന് മാറ്റി -7i. സെഡ് ബാർ ഈക്വൽ ടു -7i. ഇനി നമ്മൾ സെഡ് ഈക്വൽ ടു ഒരു റിയൽ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. സെഡ് ഈക്വൽ ടു 5 ആണ്. ദെൻ സെഡ് ബാർ ഈക്വൽ ടു റിയൽ പാർട്ട് 5 ആണ്, അത് അതേപോലെ എഴുതി. ഇമാജിനറി പാർട്ടില്ല, സോ അതിൻ്റെ സൈൻ ചേഞ്ച് എഴുതേണ്ട ആവശ്യമില്ല. ആക്ച്വലി 5 എന്ന് പറഞ്ഞാൽ 5 + i 0 ആണ്. അപ്പോൾ ഇമാജിനറി പാർട്ട് എങ്ങനെ വരിക? 5 മൈനസ് +0 എന്നുള്ളത് -0 എന്ന് എഴുതും. ഇതായാലും രണ്ടായാലും 5 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഒരു റിയൽ നമ്പറിൻ്റെ, പ്യുവർ റിയൽ നമ്പറിൻ്റെ കോൺജുഗേറ്റ് ആ നമ്പർ തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് കോൺജുഗേറ്റ്. ദെൻ നമ്മൾ നമ്പേഴ്സിൻ്റെ കേസിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. 4 ഓപ്പറേഷൻസാണ് മെയിനായിട്ട്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അതുപോലെ തന്നെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് ഈ ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. 2 കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ 2-ലധികം കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുക, സബ്ട്രാക്റ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ ഡിവിഷനും നടത്താം. അപ്പോൾ അതിലെ ആദ്യത്തെ 2 ഓപ്പറേഷൻസ് അഡീഷനും സബ്ട്രാക്ഷനുമാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സ് ക്യാൻ ബി ആഡഡ്, സബ്ട്രാക്റ്റഡ്, മൾട്ടിപ്ലൈഡ് ആൻഡ് ഡിവൈഡഡ്. ഇഫ് z1 ഈക്വൽ ടു 2 കോംപ്ലക്സ് നമ്പർ നമ്മൾ എടുക്കുകയാണ്. z1 ഈക്വൽ ടു x1 + i y1, z2 ഈക്വൽ ടു x2 + i y2. Then addition is defined as z1 + z2 equal to, അതായത് x1 + i y1 + x2 + i y2. 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു, ആ നമ്പേഴ്സ് എഴുതി. ഈക്വൽ ടു നമ്മൾ ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് റിയൽ പാർട്സ് തമ്മിൽ ആഡ് ചെയ്യാം. x1 + x2 പ്ലസ് i എഴുതുന്നു. ദെൻ ഇമാജിനറി പാർട്സ് ആഡ് ചെയ്യും, y1 + y2. ദിസ് ഈസ് ദി definition of a subtraction. z1 + z2 equal to റിയൽ പാർട്സ് ആഡ് ചെയ്യുക, x1 + x2 പ്ലസ് i × y1 + y2. അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് z1 - z2 equal to റിയൽ പാർട്ട് തമ്മിൽ മൈനസ് ചെയ്യുക. അതായത് z1ൻ്റെ റിയൽ പാർട്ടാണ് ആദ്യം എഴുതേണ്ടത്, z1 ആണ് ആദ്യം. x1 - x2 തിരിച്ചെഴുതരുത്, x2 - x1 എന്ന് എഴുതരുത്. അപ്പോൾ അത് z2 - z1 ആയി പോകും. പ്ലസ് i × ഇമാജിനറി പാർട്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ദിസ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. നൗ വി ഹാവ് എക്സാമ്പിൾസ്. z1 ഈക്വൽ ടു 3 + 4i, z2 ഈക്വൽ ടു 4 + 5i. വാട്ട് ഈസ് z1 + z2? We have 3 + 4i plus 4 + 5i. Then റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുക, 3 + 4 പ്ലസ് i × ഇമാജിനറി പാർട്ടുകൾ 5 + i. ഇവിടെ എല്ലാം പ്ലസ് ആണ്, അതുകൊണ്ട് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പോസിറ്റീവ് നമ്പേഴ്സാണ്. ദെൻ സൈന് കൺസിഡർ ചെയ്തിട്ട് വേണം അത് ആഡ് ചെയ്യാൻ. ദെൻ സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ 3 + 4 7 plus 4 + 5 9i. This is z1 + z2. Then what is z1 - z2? 3 + 4i minus 4 + 5i. Then റിയൽ പാർട്ടുകൾ തമ്മിൽ മൈനസ് ചെയ്യുക, 3 - 4
പ്ലസ് I ഇൻറ്റു ഇമാജിനറി പാർട്ടുകൾ 4 മൈനസ് 5, 3 മൈനസ് 4 മൈനസ് 1 പ്ലസ് 4 മൈനസ് 5 മൈനസ് 1 ആണ്. സോ മൈനസ് 1 ആണ്. മൈനസ് 1 ഇവിടെ മൈനസ് I, മൈനസ് 1 മൈനസ് Y എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ആഡ് ചെയ്യുമ്പോൾ റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുക, പ്ലസ് I ഇൻറ്റു ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യുക. സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ റിയൽ പാർട്ടുകൾ സബ്ട്രാക്റ്റ് ചെയ്യുക, പ്ലസ് I ഇൻറ്റു ഇമാജിനറി പാർട്ടുകൾ സബ്ട്രാക്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് we discussed the definition of a complex number, its real part, imaginary part, also the word equality, conjugate, then two operations, addition and subtraction. Thank you.